ഹലോ, പാർവതിയാണേ. എന്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാരും ഒന്ന് കാണണേ. എന്റെ ഒരു വീക്കെൻഡ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അങ്ങനെ എഴുന്നേറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിലേക്ക് എത്തി. സിമ്പിൾ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് തീരുമാനിച്ചു. ദോശയും വെള്ളച്ചമ്മന്തി. ഞാൻ എങ്ങനെയാ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് തേങ്ങയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് കടുക് വറുത്ത് അതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. അതിനുശേഷം ദോശയൊക്കെ ചുട്ട് ഈ ദോശ ചുട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ദോശയുടെ കൂടെ ഒന്നെങ്കിൽ സാമ്പാറും ചമ്മന്തി അല്ലെങ്കിൽ കടലയും ചമ്മന്തി എനിക്ക് നിർബന്ധമായിരുന്നു. അമ്മ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കായതിനു ശേഷം ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ സാമ്പാർ ഏതെങ്കിലും ഒന്നിൽ ഒതുക്കി. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ലാവിഷ് ആയിട്ട് ഒരു ലഞ്ച് ഒക്കെ ആക്കാന്ന് വിചാരിച്ചു. എനിക്ക് മത്തങ്ങ എരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മത്തങ്ങ കഴുകി വൃത്തിയാക്കി നല്ല ക്യൂബ് പോലെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ കുറച്ച് വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. ഒരു സൈഡിൽ കൂടി ചോറിനുള്ള അരിയും കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ മത്തങ്ങ എരിശ്ശേരിക്കുള്ള അരപ്പുണ്ടാക്കാന്ന് വിചാരിച്ചു. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകവും വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്കും പയറിലേക്കും ഇട്ട് കൊടുത്തു. അതിനുശേഷം സൈഡിൽ കുറച്ച് പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങ വറുത്ത് അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് കടുകും കൂടി താളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള മത്തങ്ങ എരിശ്ശേരി റെഡിയാണ്. സിമ്പിൾ ആണ്. പിന്നെ അതിനുശേഷം ഒരു ചീരത്തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ചീര അരിയാൻ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ചീരത്തോരൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കടുകൊക്കെ താളിച്ച് ചീര ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെച്ചു. എന്നിട്ട് അതിനുള്ള അരപ്പുണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന് കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ആ അരപ്പും കൂടി ഈ വെന്ത് വെച്ചിരിക്കുന്ന ചീരക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. പിന്നെ ഒരു മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം ഈ കുടംപുളി ഇട്ട വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഫിഷ് ഒക്കെ പറക്കിയിടുക. പിന്നെ അപ്പോഴത്തേക്ക് ഫിഷ് കറി റെഡിയാകും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ലാവിഷായിട്ട് മത്തങ്ങ എരിശ്ശേരിയും ചീരത്തോരനും ഫിഷ് കറിയൊക്കെ കൂട്ടി നന്നായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് ക്ലീനിങ്ങും തുണി വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാനും അപ്പവും ഷിബിനും അമ്മുവും കൂടി മിലനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ കറക്റ്റ് സമയത്ത് മിലൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെയും കൂട്ടി അവൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് കൊണ്ടാക്കി നമ്മളെല്ലാരും കൂടി ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ച് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ നേരെ നമ്മൾ സേവറി സീഷെല്ലിൽ പോയി. അവിടെ നിന്ന് നന്നായിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ എല്ലാരും വീട്ടിലേക്ക് പോയി. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണം. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ